ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായം 27 മുതൽ 12-19 വരെ. ആദിമസഭയിൽ ക്രിസ്തീയ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് അഗാബോസ് എന്ന പ്രവാചകൻ. പഴയ നിയമത്തിൽ പ്രവാചക ദൗത്യം ഉണ്ടായിരുന്നല്ലോ. അത് സർവ്വപ്രധാനമായ ആത്മീയ ദൗത്യവും യാഥാർത്ഥ്യവുമായിരുന്നു. അഗാബോസിൻ്റെ പ്രവചനം ഒരളവിൽ ശരിയായിരുന്നു. ലോകമെമ്പാടും ക്ഷാമം ഉണ്ടാവും എന്നായിരുന്നു പ്രവചനം. എന്നാൽ ക്ഷാമം ലോകം എമ്പാടും ഉണ്ടായതായി ചരിത്രരേഖകളിൽ കാണുന്നുമില്ല. യെരുശലേമിലും റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്ഷാമം ഉണ്ടാകുന്നുണ്ട്. യെരുശലേമിലെ ക്ഷാമകാലത്ത് യഹൂദ ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ യഹൂദ ക്രിസ്ത്യാനികളല്ലാത്ത അന്ത്യോക്യൻ സഭ ധനശേഖരണം നടത്തുന്നുണ്ട്. പൗലോസും ബർന്നബാസും അതിന് നേതൃത്വം കൊടുത്തു. യെരുശലേം സഭയ്ക്ക് കൈമാറുന്നുമുണ്ട്. കർത്തൃകാർത്തതയെ ഈ ഒരുമിപ്പും സ്വരമും കൂട്ടായ്മയും അന്നത്തെ പോലെ ഇന്നും നടമാടേണ്ടതല്ലേ? നാം അതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ? 2. വലിയ ഹെറോദസിൻ്റെ കൊച്ചുമകനായ അഗ്രിപ്പ ഒന്നാമനെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നു. അഗ്രിപ്പ വളർന്നതും പഠിച്ചതും റോമിൽ ആകയാൽ റോമാ ചക്രവർത്തി കുടുംബവുമായി അടുപ്പത്തിലായിരുന്നു. ചക്രവർത്തിയെയും യഹൂദന്മാരെയും പ്രീണിപ്പിക്കുവാൻ അഗ്രിപ്പാവ് സെബദിപുത്രനായ യാക്കോബിനെ വധിക്കുന്നു. അത് യഹൂദന്മാർക്ക് സന്തോഷകരമായിരുന്നു. അനീതിയിൽ കൂട്ടുകൂടി അക്രമം പ്രവർത്തിച്ച് പേര് നേടുവാൻ ആഗ്രഹിക്കുന്ന ഭരണാധിപതി എപ്പോഴും വഴി മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. അത് സമൂഹത്തിൻ്റെ നാശമാണ് വരുത്തുക. മുൻഗാമിയായ അന്തിപ്പാസും സ്നാപകൻ്റെ തല ഛേദിക്കുന്നത് അനീതിക്ക് കൂട്ടുകൂടുന്ന വഴിയാണ്. ഇന്ന് നമുക്ക് അനീതിക്ക് കൂട്ടുകൂടുന്ന ഭരണാധിപന്മാരെ കാണുവാൻ ഒട്ടും പ്രയാസമില്ല, സമൃദ്ധമാണ്. തൻ്റെ പ്രവൃത്തിയിൽ കൃത്യത തോന്നിയ അഗ്രിപ്പ ഹെറോദോസ് പത്രോസ് അപ്പോസ്തലനെയും പിടിച്ച് തടവിലാക്കുന്നു. നീതി നോക്കിയല്ല, കയ്യടി പ്രതീക്ഷിച്ചാണ്, സ്വാർത്ഥ ലാഭത്തിനാണ്. യഹൂദന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് വധിക്കാനായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ശക്തമായ കാവലിലായിരുന്നു. വിശ്വാസസമൂഹം മർക്കോസിൻ്റെ മാളികയിൽ പ്രാർത്ഥന നിരതായിരുന്നു. ശക്തമായ കാവലിൽ നിന്ന് കർത്താവ് പത്രോസിനെ വിടുവിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നു. പത്രോസിനെ അവർ കണ്ടത് സ്വപ്നക്കാഴ്ചയായിട്ടാണ്. കാരണം അത്രമാത്രം ബന്ധവസ്ഥായിരുന്നു. അത് ഈ ഭാഗങ്ങൾ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. മായാക്കാഴ്ചയല്ലെന്ന് പത്രോസ് അവരോട് തുറന്നു പറയുന്നുണ്ട്. കർത്താവ് തന്നെ വിടുവിച്ചതാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ നാം പ്രാർത്ഥനയുടെ ബലവും വിശ്വാസസമൂഹത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും അനുഭവിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രതിസന്ധികളിൽ പതറാതെ തകരാതെ ദൈവാശ്രയബോധമുള്ളവരായി മുന്നോട്ട് പോകുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. അനാഥരായി ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന ദൈവത്തിനെ ഉൾക്കൊള്ളണം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.